പ്രിയപ്പെട്ട സന്തോഷ് സാറ് കടന്നു വന്നിരിക്കുന്നത് ഒരു 10ഓളം ജില്ലകൾ മാറി കോഴിക്കോട് അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നാണ് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടി കടന്നു വന്നത്. ഒരിക്കലും സാറിനെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം സാറിനോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദിയുള്ളവരാണ്. കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് സാർ സ്കൂളിലേക്ക് കടന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെത്തിയതിനു ശേഷം ഞാൻ സാറുമായിട്ട് ഒന്നിച്ച് ഒരേ ഷോപ്പുകളിൽ കയറിയിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. സാധാരണ നമുക്ക് ചെയ്യുന്നത് ആരെങ്കിലും ഒരു ഗസ്റ്റ് കുറച്ച് ബാഗ് നമുക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലും പഠനോപകരണം കൊണ്ടുവരും, അത് കൊടുക്കുക, അങ്ങനെയാണ്. പക്ഷെ ഇത് സാർ നമ്മളെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് കുട്ടികൾക്ക് അനുയോജ്യമായുള്ള ബാഗെല്ലാം സാർ സെലക്ട് ചെയ്ത് നമ്മളൊന്നിച്ച് നിന്നിട്ടാണ് ആ സാർ തീർത്തത്. രാത്രി 11-12 മണിയായിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. അത്രയും സമയം കുട്ടികൾക്ക് വേണ്ടി എന്നിട്ട് കാലത്ത് സാറ് കുട്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ നാട്ടിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പ്രിയപ്പെട്ട ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല. ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ലേ. നിധി കാത്തുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു കാവിൻ അറയിൽ. നിധി കാത്തുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു. മനത്ത് കാണുന്ന നക്ഷത്രമല്ല, മനസ്സിൽ പണിയുന്ന കൊട്ടാരമല്ല, മഞ്ഞിൽ വിരിഞ്ഞൊരു പൂവല്ല, കീനാവിൽ നെയ്തൊരു സ്വപ്നമല്ല. ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ